ഫസ്റ്റ് ഫോർഹെഡിൽ ചെയ്യും, അത് കഴിഞ്ഞ് കണ്ണിന് ചെയ്യും, പിന്നെ ചീക്സിൽ ചെയ്യും, അത് കഴിഞ്ഞ് നമ്മുടെ ജോ ലൈൻസിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ജോ ലൈൻസിൽ ചെയ്യുന്ന ഡബിൾ ചിൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാനും വരാതിരിക്കാനും നമ്മുടെ ഈ ഒരു ഭാഗം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെയാണ്. പിന്നെ നമ്മുടെ കഴുത്തിൽ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾക്ക് എൻ്റെ കൂടെ തന്നെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ ഈസി ആയിരിക്കും, നിങ്ങൾ മറക്കത്തില്ല. ബിക്കോസ് നിങ്ങൾ കണ്ടുകൊണ്ട് കൈകൊണ്ട് ടച്ച് ചെയ്തുകൊണ്ടൊക്കെ ചെയ്യുന്നത് കാരണം ഒരിക്കലും മറക്കത്തില്ല. ചെയ്ത് നോക്കുക. ഞാനിവിടെ എടുക്കുന്നത് അലോവേറ ജെല്ലാണ്. നിങ്ങൾക്ക് അലോവേറ ജെൽ വേണമെന്നില്ല, മോയ്സ്ചറൈസർ ഇടാം, പിന്നെ ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ എന്ത് വേണമെങ്കിലും എടുക്കാം. രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ ചെയ്യുന്നത് കൊണ്ട് വാഷ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ അല്ലെങ്കിൽ അലോവേറ ജെല്ലാണ്. അലോവേറ ജെൽ ചീപ്പായിട്ട് എല്ലായിടത്തും കിട്ടുന്ന അവൈലബിൾ ആയ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് അത് ഞാൻ കാണിക്കുന്നത്. അക്കോർഡിംഗ് ടു യുവർ ബഡ്ജറ്റ് യു ക്യാൻ സെലക്ട് വാട്ട് യു വാണ്ട്. ഓക്കെ, കുളിക്കുന്നതിന് മുന്നേ ചെയ്യുവാണെങ്കിലും ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഒബിയസ്ലി ഡെഫിനറ്റ്ലി യു ക്യാൻ യൂസ് ഓയിൽ. അത് കോക്കനട്ട് ഓയിലോ ഒലിവ് ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. ബാദാം ഓയിൽ, മുഖത്ത് തേക്കാൻ പറ്റുന്ന ജോജോബ ഓയിൽ, ജോജോബ ഓയിലൊക്കെ നിങ്ങൾ കുറച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് തന്നെ എടുക്കണം. വേറൊരു ഓയിലും കൂടെ മിക്സ് ചെയ്ത് വേണം തേക്കാൻ. പിന്നെ ഇത് ഞാനിപ്പോൾ അലോവേറ ജെൽ ഫേസിൽ കുറച്ച് നന്നായിട്ട് തേച്ച് ഫേസിനെ ഒന്ന് പാമ്പർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ്, ആക്ച്വലി ഇതിനെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊസീജിയർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മേക്കപ്പ് ഒന്നും ഇല്ലാത്തപ്പോഴും നമ്മുടെ ഫേസ് നല്ല ഗ്ലോയി ആയിട്ട് കുറച്ച് ബ്ലഷ് ഇട്ട പോലെ ഒരു പിങ്കിഷ് ആയിട്ട് കിട്ടും. നല്ല ഗ്ലോയിങ് സ്കിൻ നമുക്ക് കിട്ടാൻ വേണ്ടിയും മുഖത്തോട് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാൻ വേണ്ടിയും ഫൈൻ ലൈൻസ്, റിങ്കിൾസ് അതൊക്കെ വരാതെ ഇരിക്കാനും ഉണ്ടെങ്കിൽ അതിനെ ക്യൂർ ചെയ്യാനും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ചെയ്യുമ്പോൾ കയ്യിൽ കൂടെ ചെയ്തോളൂ. നിറയെ പേർക്ക് കയ്യിൽ റിങ്കിൾസ് പെട്ടെന്ന് വരാറുണ്ട്. നമ്മുടെ നഖമൊക്കെ വളർത്തി നല്ല ഭംഗിയായിട്ട് വെക്കുമ്പോൾ അതിനൊരു ക്യൂട്ട്നെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ റിങ്കിൾസ് ഒന്നും ഇല്ലായിരിക്കണം. ആദ്യം ചെയ്യുന്ന നെറ്റി, കണ്ണ്, ചീക്സ്, വായിൻ്റെ ചുറ്റും, പിന്നെ താടിയുടെ അവിടെ ജോ ലൈൻസ്, കഴുത്ത്, കോളർ ബോൺസ്, ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ടാപ്പിംഗ് സിസ്റ്റത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. എൻ്റെ ഫേസിൽ എത്ര മോയ്സ്ചറൈസർ ഇട്ടാലും ജെല്ലിട്ടാലും പെട്ടെന്ന് തീരുമ്പോൾ ഞാൻ എടുത്തോണ്ടേ ഇരുന്നു. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. 4 വിരൽ വെച്ച് അല്ലെ 2 വിരൽ വെച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. 4 വിരലാണ് അഡ്വൈസബിൾ. ഓക്കെ, നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഓൾമോസ്റ്റ് ഒരു 3 മിനിറ്റ്സ് 4 മിനിറ്റ്സ് ഫോർ ഹെഡ്, അങ്ങനെ 3 മിനിറ്റ്സ് നമ്മൾ ഈച്ച് പാർട്ടിന് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു കാൽക്കുലേറ്റീവായിട്ട് കുറച്ച് കൊണ്ടുപോകാൻ പറ്റും. അതായത് ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മൾ നെറ്റിയിൽ ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ബഹളമൊന്നും വെക്കണ്ട, വളരെ ക്ഷമയോടെ തന്നെ ചെയ്താൽ മതി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അലോവേറ ജെല്ലിൽ കൈ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കൈ കുറച്ച് നല്ല ഒരു കപ്പ് പോലെ ഒന്ന് മടക്കി വെച്ചിട്ട് കണ്ണിന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആ റിലാക്സേഷൻ ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ടെൻഷൻ നോട്ട്സ് എല്ലാം കട്ട് ചെയ്ത് പോകുന്നത് പോലെ ഭയങ്കര ഒരു സൂതിങ് റിലാക്സേഷൻ ഫീലിംഗ് ആണ് ഇത്. ഡാർക്ക് സർക്കിൾ വരാതെയും നമ്മുടെ ഹൂഡഡ് ഐസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ആവാനായിട്ട് ഒരു വളരെ നല്ല ഒരു മെത്തേഡ് ഓഫ് ഡൂയിങ് ആണ്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മലയാളം വന്ന് ഇംഗ്ലീഷിലോട്ട് പോകും, ബട്ട് ഇറ്റ്സ് ഓക്കെ, ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അത് കഴിഞ്ഞ് നമുക്ക് ചീക്സിൽ നിങ്ങൾ ഇങ്ങനെ ഇതിട്ടിട്ട് അലോവേറ ജെല്ലോ മോയ്സ്ചറൈസറോ ഓയിലോ ഒക്കെ ഇട്ടിട്ട് നിങ്ങളൊന്ന് ടാപ്പ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ സ്കിന്നിൻ്റെ ഗ്ലോ എത്ര മാത്രം ഉണ്ടെന്ന്. നിങ്ങളിത് ഡെയിലി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 100% റിസൾട്ട് കിട്ടും. ചെയ്ത് നോക്കിയിട്ട് പറയും. ഒരു ദിവസം ചെയ്ത് 2 ദിവസം ചെയ്തു കിട്ടിയില്ല അല്ലെങ്കിൽ ശരിയായില്ല എന്ന് പറയരുത്. ഇതൊക്കെ ഒരു സെൽഫ് ഡെഡിക്കേഷനാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ലൈഫിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് വേണ്ടി മാത്രമാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നുമല്ല. സോ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. മേക്കപ്പ് ചെയ്യുമ്പോൾ പോലും ഞാനിങ്ങനെ ടാപ്പ് ചെയ്താണ് ചെയ്യുന്നത്. സിറം ഇടപ്പോഴുമാണെങ്കിലും എന്ത് സ്കിൻ കെയർ ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ തേച്ച് പിടിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അടുത്ത് നമുക്ക് ലിപ്സിന് ചുറ്റും ചെയ്യാം. ലിപ്സിൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ലിപ്സിന് ചുറ്റും ഉണ്ടാകുന്ന ബേബി റിങ്കിൾസ്, ബേബി ലൈൻസ്, ചിലർക്ക് ലിപ്സ് കുറച്ച് ഏജ് ആകെ കുറച്ച് ചുളിവുകളൊക്കെ വന്നു തുടങ്ങും. സ്മൈൽ ചെയ്യുന്നിടത്ത് ഒരു ചുളിവ് വീഴും. അങ്ങനെയൊക്കെ വരാതിരിക്കാനായിട്ട് ഈ ഒരു കാര്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും.
ഇത് ബോയ്സിനും ചെയ്യാം, ഗേൾസിനും ചെയ്യാം, ഓക്കെ, ലേഡീസിനും ചെയ്യാം, മെന്നിനും ചെയ്യാം, ആർക്കാന്നൊന്നുമില്ല. ഞാൻ അങ്ങനെ യൂണിസെക്സ് എന്നൊരിടത്തും പറയാറില്ല, കാരണം ഞാൻ അങ്ങനെ ഒരു വ്യത്യാസം നോക്കി ഗേൾസ്, ബോയ്സ്, വുമൺ, ലേഡി, വുമൺ, മെൻ അങ്ങനത്തെ ഞാൻ കാണാറില്ല. അടുത്തത് നമ്മൾ ജോ ലൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ നാക്ക് നമ്മുടെ വായുടെ മേളിൽ നല്ല പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ചെയ്യുമ്പോഴാണ് നല്ല എഫക്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റും. പ്രസ് ചെയ്ത് പിടിച്ചും പിടിക്കാതെയും ഇതുപോലെ താടിയുടെ ജോ ലൈനിൻ്റെ അവിടെയും ഡബിൾ ചിന്നിൻ്റെ അവിടെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് നോക്കും. അപ്പോൾ ആ വ്യത്യാസം അറിയാൻ പറ്റും. നല്ല ഒരു ടൈറ്റ്നസ് കിട്ടും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്കുള്ള യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡബിൾ ചിൻ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ താടിയുടെ കീഴെ നമുക്ക് ചിലർക്ക് ഇങ്ങനെ ദശ വന്നിങ്ങനെ സാഗി ചെയ്ത് കിടക്കുന്ന കാണാൻ പറ്റത്തില്ല. അങ്ങനെ വരാതെ നല്ല ഒരു ജോ ലൈൻ, നല്ലൊരു ഡിഫൈൻഡ് ജോ ലൈൻ നിങ്ങൾക്ക് കിട്ടും. അടുത്ത കോളർ ബോൺസ് ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. കോളർ ബോൺസ് ചെയ്യാനായിട്ട് നിങ്ങൾക്കറിയാലോ കോളർ ബോൺസ് എന്താണെന്ന്. സോ കോളർ ബോൺസിൻ്റെ അവിടെ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ആക്ച്വലി കോളർ ബോൺസിൻ്റെ അവിടെ ചെയ്യുന്നതാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് നമ്മുടെ ഫേസിനെ ഗ്ലോ ആക്കി വെക്കുന്നത്. ഓക്കെ, കോളർ ബോൺസിൻ്റെ അവിടെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഉണ്ടാകുന്ന കഴുത്തിലുണ്ടാകുന്ന എക്സ്ട്രാ ഫാറ്റ് ഒക്കെ അവിടെ വന്ന് ബേൺ ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ നല്ല ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ഫേസിലോട്ടും കഴുത്തിലോട്ടും ഒക്കെ ഉണ്ടാകും. ഓക്കെ, ബൈ ബർത്തിൽ കഴുത്തിൽ ലൈൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, ബിക്കോസ് എനിക്ക് അങ്ങനെ ഉണ്ട്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ കൈയിൻ്റെ ബാക്ക് സൈഡ് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മോയ്സ്ചറൈസറോ എണ്ണയോ അല്ലെങ്കിൽ അലോവേറ ജെല്ലോ എന്തെങ്കിലും തേച്ചിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. കിടക്കുന്നതിന് മുന്നേ ചെയ്യുന്നത് കാരണം മോയ്സ്ചറൈസർ ആൻഡ് അലോവേറ ജെല്ലാണെങ്കിൽ നമുക്ക് കഴുകാതെ തന്നെ അങ്ങനെ കിടക്കാം. സോ നിങ്ങളുടെ ഫേസിലെ റിസൾട്ട് നിങ്ങൾക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അല്ല, ഓയിലാണെങ്കിൽ രാത്രി പോയി കഴുകി കോൾഡ് സൈനസൈറ്റിസ് ഒന്നും ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫേസിന് അലോവേറ ജെല്ലാണോ മോയ്സ്ചറൈസർ ആണോ ഏറ്റവും നല്ലതെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, അതുപോലെ ഓയിലിട്ടാണെങ്കിൽ രാവിലെ പകലെ എപ്പോഴെങ്കിലും നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ഒക്കെ ചെയ്ത് ഒരു 2 കൈ കൊണ്ട് ചെയ്യണം എന്നില്ല. ഇത് ഞാൻ ഒരു കൈ കൊണ്ട് ചെയ്തതാണ്. എനിക്ക് കൺവീനിയൻറ്റ് ആക്ച്വലി ഒരു കൈ കൊണ്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ രണ്ടും നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിച്ചിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ദീസ് ആൻഡ് ഓൾ എ കൈൻഡ് ഓഫ് യോഗ. സോ ഇത് നമ്മൾക്ക് മറ്റുള്ള ബാക്കിയുള്ള എല്ലാ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ടെൻഷനെ എല്ലാം മറന്നിട്ട് നമ്മൾക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് എക്സസൈസ് ആണ് ഇതൊക്കെ. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ റിലാക്സ് ചെയ്യാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കമൻറ്റ് എഴുതാൻ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയതിൽ ഒരുപാട് സന്തോഷം.